ദിന സ്പെഷ്യൽ ഇൻചോടിഞ്ച് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? ഹൻസി. എവിടെ സ്ഥലം? മംഗലപുരം. മംഗലപുരം. മുഹമ്മദ് റയ്യാൻ. ഏത് ക്ലാസ്സിലാ? 6ാം ക്ലാസ്. ആമിന, മംഗലപുരം. ഓക്കെ. അപ്പോൾ 3 പേരേ ഉള്ളൂ. റിലേറ്റീവ്സ് ആണോ? മോനാണോ? അല്ല, എൻ്റെ മോനതാ. മോനൊക്കെ അങ്ങോട്ട് മാറി. കസിൻസ് ആണ്, ഒരു ഫാമിലി ആണല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. ഫണ്ണി ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടോ? കുസൃതി ചോദ്യങ്ങൾ അറിയാമോ? അറിയത്തില്ലല്ലേ? അപ്പോൾ 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. അറിയാവുന്ന ആൻസർ. ക്ലൂസ് ഒക്കെ തരും, മനസ്സിലൊന്നും വെച്ചേക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ആൻസർ പറയുന്നവരാണ് വിജയ്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവരുത്. ഞാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റിനിൽ പോകാം. എത്ര തല്ലിയാലും നുള്ളിയാലും കരയാത്ത കുട്ടി ഏത്? ചിലപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പാടായിരിക്കും. കാര്യം ആ ഒരു ട്രാക്കിലോട്ട് വീണ ശേഷമേ ക്വസ്റ്റ്യൻ പറയാൻ പറ്റൂ. എത്ര തല്ലിയാലും നുള്ളിയാലും കരയാത്ത കുട്ടി. കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു കുട്ടിയാ. പാവക്കുട്ടി. മോനെ ആദ്യം പറഞ്ഞ പാവക്കുട്ടി കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിക്കാനെടുക്കും പക്ഷെ ആരും കഴിക്കാറില്ല. പാത്രം. യെസ്. അപ്പൊ അറിയാം. 2 ക്വസ്റ്റിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഭാഗ്യം ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്. എന്നറിയോ? ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ഥലം ലക്നൗ. യെസ്, കറക്റ്റ് ആൻസർ ആണ്. പാട്ട് പാടോ? ഇല്ല, പാട്ടോട് അറിയില്ല. കള്ളം പറയില്ലേ? ഫേസ് കണ്ടപ്പോഴത്തേക്ക് പാട്ട് പാടുന്ന പോലെ ഉണ്ട്. ഇല്ല. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുക്കളയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 2 പേർക്കുള്ള ക്വസ്റ്റ്യൻ. അടുക്കളയിൽ കാണുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ പേര് പറയും. ഷുഗർ. യെസ്. പ്രഷർ, ഗ്യാസ്. അടുത്താണ് ഗ്യാസ്. ഓക്കെ, ഷുഗർ കറക്റ്റ് ആൻസർ ആണ്. 2. ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാധനങ്ങളൊന്നും വെക്കാൻ പറ്റാത്തൊരു ടേബിൾ ഉണ്ട്. ഏതാ? ഇവിടെ ടൈ ആദ്യമേ പറഞ്ഞു. അടുത്ത ടേബിൾ ആണ് പറഞ്ഞത്. ഓക്കെ, 3 ക്വസ്റ്റിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തലകുത്തി നിന്നാൽ വലുതാവുന്നത് എന്ത്? 6. അപ്പൊ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ ചുമ്മാ എല്ലാ ക്വസ്റ്റിന്റെ ആൻസറും അറിയാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാവർക്കും വിളമ്പി നൽകുകയും എന്നാൽ കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാരും. കവി. ഈശ്വരാ, ഇത് വലിയ കഷ്ടമായില്ലേ? ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടണം. ഇതിന്റെ ആളാണ് എപ്പോഴും. ഓക്കെ, എത്ര ക്വസ്റ്റിന്റെ ആൻസർ ആയി? 5. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. കലണ്ടറിൽ കാണപ്പെടുന്ന ഒരു പഴം ഏത്? ഡേറ്റ്സ്. നിങ്ങൾ രണ്ടുപേരും മത്സരിക്കണ്ട. ഞാൻ 2 ക്വസ്റ്റിനേ ഉള്ളൂ. കിട്ടി. 6 ക്വസ്റ്റിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ. വണ്ടി ഓടാത്ത റൂട്ട് ഏത്? ബീട്രൂട്ട്. കണ്ടിട്ടുണ്ടോ ഈ പ്രോഗ്രാം? അല്ലല്ല, സിമ്പിൾ ആണ്. എങ്കിലും ഇച്ചിരി ഒരു ഡിസ്റ്റൻസ് ഇട്ടൊക്കെ പറയത്തുള്ളൂ എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആർക്കും ഇഷ്ടമല്ലാത്ത സുഖം ഏത്? അസുഖം. ഇങ്ങനെ ആൻസർ പറയണ ആളിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ. എന്താണ് ഇത്? ഓക്കെ. അപ്പൊ എന്തായിരുന്നു പേര്? മുഹമ്മദ് റയ്യാൻ. മുഹമ്മദ് റിയാൻ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് മുഹമ്മദ് റിയാനാണ്. മുഹമ്മദ് റിയാന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ബാലരാമപുരം കൈത്തറയുടെയും ഒരു സ്നേഹ സമ്മാനം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയുമായ ഹർഷകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പറഞ്ഞു. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വെറൈറ്റി ആയിരുന്നു അല്ലേ? ഒരാള് ആൻസർ അങ്ങ് പറയുകയാണ്. ചോദിക്കുന്നു പറയുന്നു. എന്തായാലും കൊള്ളാമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ബൈ. ഹാപ്പി ഓണം പറയാം 3 പേരും കൂടെ.